ദൈവത്തിന്റെ രൂപം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പൊ ദൈവത്തിന്റെ രൂപം കാണണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ക്വാളിറ്റി വരണം. ഒരു വ്യക്തി നന്നായാൽ സമൂഹം നന്നായി, അത്രേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു വ്യക്തി എന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നോ ആ വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന ബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ സിം കാർഡ് റീചാർജ് ചെയ്യേണ്ട കൃത്യമായിട്ട് റീചാർജ് ചെയ്തില്ലെങ്കിൽ ഇന്ന് കിട്ടും, നാളെ കിട്ടില്ല. അതിന്റെ ആക്ടിവേഷൻ പീരീഡ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയതുപോലെയാവും. ചേട്ടൻ വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും ഒരു ആത്മസുഖം കിട്ടണ്ടോ? ഇത് ബന്ദിക്രോസുകാരുടെ കൈകൊട്ടി പരിപാടി അല്ലാതെ. വൈദ്യന്റെ കുടുംബത്തിൽ എന്നും പ്രശ്നമായിരിക്കും. ഈ തലവേദന ഒഴിവാക്കാൻ അദ്ദേഹത്തിന് പറ്റൂല. ഇത് പണി അറിയാവുന്നവൻ ഇങ്ങനെ പറയുള്ളൂ. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. എൻ്റെ പേര് ഷൈബു എന്നാണ്. ഞാൻ ഏറ്റുമാനൂരിൽ വരുന്നത്. ഇപ്പം ഇവിടുന്ന് സാറ് പറഞ്ഞു ദൈവത്തെ കാണാം എന്ന് പറഞ്ഞു. കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചു. ഒരുപാട് പേര് കൈപൊക്കി. ദൈവത്തിന്റെ രൂപം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കണ്ട ദൈവത്തിന്റെ രൂപം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ചേട്ടനൊന്ന് കണ്ണടയ്ക്ക്, 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 കണ്ണ് തുറക്കരുത്. ചേട്ടന്റെ രൂപം ഒന്ന് പറ ചേട്ടൻ. ഇല്ല, ബ്ലാക്ക് അല്ല. ഞാനും കണ്ണടച്ചേക്കാം, ഞാൻ കണ്ടിട്ടില്ല. ചേട്ടൻ മൈക്കിൽ കൂടെ പറ, ഞാൻ കേൾക്കട്ടെ, ഒന്ന് അനുഭവിക്കട്ടെ. ചേട്ടന്റെ രൂപം ഒന്ന് പറ. ഒരു 5 അടി 9 ഇഞ്ച് പൊക്കം. എനിക്ക് 5 അടി എന്താണെന്ന് അറിയില്ല. മുട്ടായുക്തി അല്ല കേട്ടോ, എനിക്കും കാണാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിൽ ഇരിക്കുക. ചേട്ടൻ പറഞ്ഞ് എന്നെ ഒന്ന് മനസ്സിലാക്കിത്താ. പറ്റില്ല ഇല്ലേ? പറ്റും. എന്റെ രൂപം എന്ന് പറയുന്നത് ഇതാണ്. ഇത് രസം കേൾക്കും. ഞാൻ പറയുന്നത് തർക്കമല്ല, ഏറ്റവും എളിമയോടുകൂടി പറഞ്ഞു തരിക. ചേട്ടനും കണ്ണടച്ചേക്കണം, ഞാനും കണ്ണടച്ചേക്കണം. ചേട്ടൻ്റെ രൂപം എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 5 അടി 9 ഇഞ്ച് പൊക്കം. എനിക്ക് കണ്ണില്ലാത്തവൻ 5 അടി എന്ന് ചോദിച്ചാൽ എന്താ എനിക്കറിയില്ല. ആട്ടുംകാട്ടവും കുറുക്കക്കിഴങ്ങും പോലും തിരിച്ചറിയില്ല. അപ്പോഴാണ് ചേട്ടൻ പറയണത് എനിക്ക് 5 അടി എന്ന് പറഞ്ഞ പൊക്കം. 5 അടി 1 2 3 4 5. ഞാൻ ഈ അടിയാണ് വിചാരിച്ചത്, 5 അടി. എങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാലോ. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം കാണണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ക്വാളിറ്റി വരണം. ആ ക്വാളിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്പിരിച്വൽ മാർഗം. കണ്ടു എന്ന് പറയുന്നവർക്ക് ഇതിന്റെ രൂപം ഒന്ന് വർണ്ണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ചോദിക്കാം. അത് വീണ്ടും ഇത് തന്നെ അവസ്ഥ. കണ്ടവർക്ക് ഇത് തന്നെ അവസ്ഥ, ഒന്നുമില്ല കാണാൻ. അല്ല, ഇല്ല എന്നല്ല പറയണത്. ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയണത്. ഇത് തർക്കമല്ല എന്ന് പറഞ്ഞു. നമ്മൾ വാദപ്രതിവാദമല്ല. ചേട്ടൻ ചോദിച്ച ചോദ്യത്തെ എങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഒരു വ്യക്തി നന്നായാൽ സമൂഹം നന്നായി, അത്രേ ഉള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ചേട്ടൻ കണ്ണടച്ചു. ചേട്ടൻ്റെ തന്നെ രൂപം ചേട്ടന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? എത്ര ശ്രമിച്ചാലും പറ്റില്ല. ഞാൻ 5 അടി ഒരു ഫോണിൽ കൂടെ ഞാൻ പറയാണ്, ഈ കാണുന്ന ബോൾട്ട് 12-13 ഒരു നെറ്റ് 3 എണ്ണം കൊടുത്തു വിട്ടേരെ. ഫോണിൽ കൂടെ പറയണത് 12-13 നെറ്റും ബോൾട്ടും കൊടുത്തു വിട്ടായിരുന്നു. ഫോണിൽ കൂടെ കാണാൻ പറ്റുമോ? ശബ്ദമേ കേൾക്കാൻ പറ്റുള്ളൂ. കാണണമെന്നുണ്ടെങ്കിൽ ഈ കാഴ്ച വേണം. അതുപോലെ ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൾക്കാഴ്ച നന്നാവണം. ബാഹ്യമായ ചിന്തകളിൽ നിന്നും ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു വ്യക്തി എന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നോ ആ വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന ബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ബ്രഹ്മത്തിന് ഈ പറയുന്ന 30 മുക്കോടി രൂപങ്ങളുണ്ട്. അതേ തൊട്ടടുത്തേക്ക് നോക്കിയ ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ രൂപം കണ്ടോ? ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇല്ലാത്ത ഒന്നിനെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ചേട്ടൻ എന്താ ചെയ്യണ്ടേ? ശരി, ഞാൻ ഇന്ന് തന്നെ റെഡി ആവുകയാണ്. 5 ദിവസത്തിനുള്ളിൽ എനിക്ക് കാണണം. ഈ തീരുമാനം എടുത്ത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇങ്ങനെയൊരു ഇടത്തിലിരുന്നേച്ച് ചോദിക്കുകയാണ് എങ്ങനെയാണ് രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന രൂപ എന്ന് പറയാൻ പറ്റും എനിക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഒരു ഏതെങ്കിലും കൊച്ചുകുട്ടികൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുള്ളവരുണ്ടോ? ഒന്ന് കൈവക്കി. ഇതാ നിൽക്കണം, തൊട്ട് ബാക്കിലിരിക്കണം ആ കൊച്ച്. ആ കൊച്ചിൻ്റെ കയ്യിലേക്ക് മൈക്കൊന്ന് കൊടുത്തിട്ട് പറയാൻ പറ ദൈവം എങ്ങനെയാ ഇരിക്കണേന്ന്. കൃഷ്ണ ഭഗവാൻ നീലക്കളറൊന്നുമില്ല. അതൊരു കുഞ്ഞല്ലേ, അതിന് ചോദിച്ച് വിഷമിപ്പിക്കണ്ട. ഇനി ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ ഈ കുട്ടി പറയാം. അതെ, അടുത്ത കുട്ടിയുണ്ട് അവിടെ.
ഇതാ ഈ കുട്ടി പറയും. എന്നെ കൃഷ്ണൻ ഓടക്കുഴല് വായിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹനുമാന് ഗദയൊക്കെ എടുക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. അത് എടുക്കാൻ നോക്കി, ഞാൻ മാത്രമേ അനങ്ങിയുള്ളൂ. കണ്ട, ഇതൊന്നും സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്നതല്ല. ഈ കൃഷ്ണൻ, ശിവൻ, ഗണപതി എന്നൊക്കെ പറയുന്ന ദൈവങ്ങളാണ്. 100% ഉണ്ട്. ഇതെല്ലാം ദൈവങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരു ദൈവം അല്ല ഇവിടെ ഉള്ളത്. 30 മുക്കോടി ദൈവങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ തുടക്കത്തിലുണ്ടായിരുന്നോ? തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ഇല്ല എന്ന് സമർത്ഥിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. നമ്മളൊരു വസ്തുവിന് ഇല്ല എന്ന് പറഞ്ഞാണ്ടല്ലോ ഡോർ അടഞ്ഞു, പിന്നെ നമുക്കൊന്നും അറിയാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഉണ്ടോ എന്നറിയാനൊന്ന് എത്തി നോക്കി നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ, ഇല്ലേ? ഈ രണ്ടാമത്തെ സാധനം നമുക്ക് വേണ്ടത്. ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെയെങ്കിലും ഒന്നുമില്ലടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ജന്മത്ത് കാണാൻ പറ്റില്ല. ഞാൻ ചേട്ടൻ്റെ അതേ സ്വഭാവമായിരുന്നു. ഞാനൊരു 22 പ്രാവശ്യമെങ്കിലും ശ്രീനാരായണ ഗുരുവിൻ്റെ പടം തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഏത് കുട്ടികളോടും പറയായിരുന്നു, നീ ദേവാലയത്തിൻ്റെ ഉള്ളിൽ എന്നെ കയറ്റിയ ഞാൻ പ്രതിഷ്ഠയുടെ ഉള്ളിൽ മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന്. ഞാൻ പറയാറുള്ള വാചകം തന്നെയാണ് പറയണത്. പക്ഷെ എനിക്ക് ദൈവം കണ്ടില്ലേ. കാരണം എന്താ? ഉണ്ടോന്നൊരു സംശയത്തോടു കൂടി അത് പറയണത്. ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ വീട്ടിലൊരു കൊച്ചു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ ശബരിമല സീസണിൽ വിളക്ക് കത്തിക്കാൻ പോകേണ്ടത് ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ ഡ്യൂട്ടിയാണ്. അപ്പോൾ ചില ദിവസം പെങ്ങന്മാർ പോവില്ല, നീ പോയാൽ മതി എന്ന് പറയും. എന്താ പോയാ? നിന്നോട് പറയില്ലേ നീ പോയാൽ മതി എന്ന്. ഇനി കുറേ ദിവസത്തേക്ക് അവൾ വരില്ല. നമുക്കത് അറിയാനുള്ള പ്രായമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കൊണ്ടുപോകില്ല. എന്നിട്ട് മൂത്രം ഒഴിച്ച് അവിടെ കല്ലേക്കൂടെ ഇങ്ങനെ, എന്നിട്ട് തിരി എത്തിച്ചേച്ച് വരും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. അപ്പോൾ ദൈവത്തിൻ്റെ മുകളിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. കല്ല് ദൈവമാണോ? കല്ലിലും നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ആണോ എന്ന് ചോദിച്ചാൽ, ചേട്ടൻ ദൈവമാണോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ രൂപം ഞാൻ കല്ലായിട്ട് കണ്ടാൽ മതിയോ എന്ന് ഞാൻ പറയണില്ല. അത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കാണാം. ഇപ്പോൾ ഒരു സ്ത്രീയിൽ നമുക്ക് അമ്മയെയും കാണാൻ പറ്റും, ഭാര്യയെയും കാണാൻ പറ്റും, സഹോദരിയെയും കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. അതേ സ്ത്രീയിലാണ്, ഇല്ലേ? അത് അവൻ്റെ ക്വാളിറ്റിയാണ്. ആ സ്ത്രീയിൽ അവൻ അമ്മയെ കാണുന്നുണ്ടെങ്കിൽ, അവൻ്റെ ക്വാളിറ്റിയാണ് ഒരു സ്ത്രീയിൽ അവൻ ഭാര്യയെ മാത്രം കാണുന്നുണ്ടെങ്കിൽ, ഒരു ക്വാളിറ്റിയാണ് അതൊരു മോശ സ്ത്രീയായിട്ട് കാണുന്നുണ്ടെങ്കിൽ. അത് ഏതാണ് നമ്മുടെ സമൂഹത്തിന്, ഏതാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നും തെറ്റല്ല. കല്ലിൽ ദൈവത്തെ കാണുന്നതുകൊണ്ട് ഗുണമുണ്ടോ? ചെയ്തോ. പക്ഷെ നിങ്ങൾ കല്ലിൽ ദൈവത്തെ കണ്ടുകൊണ്ട് കോഴി അറക്കാനാ പോണെന്നുണ്ടെങ്കിൽ അതിനൊരു ഗുണമില്ല. നിങ്ങൾ കല്ലിലെ ദൈവത്തെ കണ്ട് മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യണമെന്ന്, മനസ്സിൻ്റെ മലരാകുന്ന പുഷ്പങ്ങൾ കൊണ്ട് നിങ്ങൾ പൂജ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കല്ലിനും ദൂഷ്യമില്ല, നിങ്ങൾക്കും ദൂഷ്യമില്ല. അവിടെ മാനവരാശിക്ക് ഗുണമേ ഉള്ളൂ. ലോക കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യണത്. നേരെ മറിച്ച് ഒരു പുഷ്പമെങ്കിലും പറിച്ചു വെച്ച് നിങ്ങൾ അതിൻ്റെ മുകളിൽ പൂജ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് ആ പുഷ്പം ആ ചെടിയിൽ നിൽക്കുമ്പോഴാണ് ആ ചെടിക്ക് പോലും സന്തോഷം. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ സന്തോഷത്തെ പറിച്ച് ഇതിൻ്റെ മുകളിലിട്ട് ഇതിന് സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അംഗീകരിക്കില്ല. അടുത്ത ചോദ്യം. അങ്ങ് ഇവിടെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇരിക്കുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ പത്മാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് കാണിച്ചായിരുന്നു. അങ്ങനെ ഇരുന്ന് വർഷങ്ങളോളം ഇരുന്നാലേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന നിങ്ങൾ 5 ദിവസം കൊണ്ട് എന്നെ കാണിച്ചു തരാമെന്ന് പറയുന്നതിൽ എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്? പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വിചാരിക്കുക, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നുള്ള ഉദാഹരണം തന്നെ പറയാം. എനിക്ക് തോന്നുന്നു, ഞാൻ പ്രീ-ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ US പോയിട്ട് തിരികെ വന്നപ്പോൾ അവിടെ നാട്ടിൽ മിനറൽ വാട്ടർ, അവിടെ US മിനറൽ വാട്ടർ ഉണ്ട്. ഇങ്ങനെ റിമോട്ടിൽ TV മാറും, ഇങ്ങനെ കോഡ്ലെസ് ഫോൺ വണ്ടിയിലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ സഹോദരന്മാർ തള്ളുക എന്നാണ് പറഞ്ഞു. കാരണം ഇതൊന്നും ഉണ്ടെന്ന് വിശ്വസിച്ചില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഞാനൊരു നാട്ടിൻ പുറത്തുകാരനാണ്. ഈ വക സാധനവും നമ്മൾ കണ്ടിട്ടില്ല. കുപ്പിയിൽ വെള്ളം, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി കുടിക്കണത്. റിമോട്ടിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ TV മാറും. ചുമ്മാ വല്ലത് തള്ളു. ഇതിങ്ങനെ പറഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് എല്ലാവരും ഇത് തന്നെ ഉപയോഗിക്കണത്. ഇന്ന് നമ്മൾ സിം കാർഡ് ഇല്ലാതെ ഒരുത്തിനൊരു ഫോൺ വിളിക്കാന്നിരിക്കട്ടെ, ചേട്ടാ ഇതിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ലോ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ റേഞ്ച് ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പറയും ഇതിൽ സിം കാർഡ് ഇടാൻ പറയും. ആ അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങൾക്ക് സിം കാർഡ് ഉണ്ടാക്കാൻ അറിയില്ല, സിഗ്നൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, യാതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയും ഒരു സിം കാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ചേട്ടാ, ചെറുത്, അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കോള് കിട്ടുമെന്ന് പറയും, ഇല്ലേ? അതുപോലെ നിങ്ങൾക്ക് ആർക്കും ഈ പറയുന്ന ഒന്നും വേണ്ട.
നിങ്ങളുടെ ഉള്ളിൽ സിം കാർഡ് ഞാൻ അങ്ങ് ഇടും, എന്നിട്ടത് അങ്ങ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾ കണക്ഷനായി, നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. ആ സിം കാർഡ് റീചാർജ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് റീചാർജ് ചെയ്തില്ലെങ്കിൽ ഇന്ന് കിട്ടും, നാളെ കിട്ടില്ല. അതിൻ്റെ ആക്ടിവേഷൻ പീരീഡ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയതുപോലെയാവും. പിടികിട്ടിയോ? പിടികിട്ടി. അടുത്ത ചോദ്യം. തീർന്നു, ചോദ്യം തീർന്നു. എഴുതി വെച്ചേക്കാണ്, എന്നാലും ഇല്ല. നമുക്ക് എത്രത്തോളം ഈ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് എത്രത്തോളം വലിയവനാകാൻ പറ്റും, ഏത് തലം വരെ എത്തും, നമുക്ക് എത്രത്തോളം പവർ ഉണ്ടാവും? ഈ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പറക്കാൻ കഴിയും, വെള്ളത്തിന് മീതെ നടക്കാൻ കഴിയും എന്നൊക്കെ. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ ഈ സ്പിരിച്വാലിറ്റി? മോൻ ഗണപതിയുടെ അടുത്ത് പോയത്, ഗണപതി ഇങ്ങോട്ട് വരികയാണോ ചെയ്തത്, മോൻ ഗണപതിയുടെ അടുത്ത് പോവാണോ ചെയ്തത്? ഈ കൊച്ചു ഗണപതിയുടെ അടുത്ത് പോയിരുന്നു. മോൻ ഇവിടെ എറണാകുളം ടൗണിൽ പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? അറിയില്ല. ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ പോകാമെന്ന് വെച്ചാൽ അതിനറിയില്ല. പക്ഷെ അത് ഗണപതിയുടെ അടുത്ത് പോയി. ആരാ കൊണ്ടുപോയത്? അത് പറഞ്ഞു. മനസ്സിന്റെ ഒരു തലമല്ലേ? അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം മനസ്സിന്റെ. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് ഈ തലം വരെ എത്തിയോ? വെള്ളത്തിന് മീതെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ പറക്കാനോ ഒരു ശകലമെങ്കിലും ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കാനോ അങ്ങയെ കൊണ്ട് കഴിയുമോ? പിന്നെ ഞാൻ പോണില്ലേ? പോയി. പിന്നെ ഈ മനുഷ്യനെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഞാൻ വെള്ളത്തിന് മീതെ നടക്കണ്ടോ? ഒന്ന് ഇരുന്ന് കാണിച്ചാൽ. ഞാൻ മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കുന്ന ആളാണ്. ഇത് ഞാൻ നാടകം അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ മണിക്കൂറോളം കിടക്കുന്ന ആളാണ്. ഒന്ന് ഇരുന്ന് കാണിച്ചാൽ. ഇനി ശ്രദ്ധിക്കുക, ഇതൊരു അഭ്യാസമാണ്. വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കുക, ഇത് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറും ശരീരം വച്ചിട്ടുള്ള അഭ്യാസമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ദേവലോകത്ത് വെയിറ്റ് ചെയ്യാം, ചേട്ടനൊന്ന് വരാമോ? ശരീരവുമായിട്ടല്ലല്ലോ. അങ്ങനെ ഒരു യാത്രയുണ്ടോ? ശരീരവുമായിട്ടാണോ പോകുന്നത്? നമ്മൾ പറയുമ്പോ ഒരേ രീതിയിൽ ഒരേ വേവ് ലെങ്ത്തിൽ സംസാരിക്കണം. ഞാൻ ഈ ഭൂമിയിൽ വെള്ളത്തിന്റെ മുകളിൽ സംശയങ്ങളാണ് ചോദിക്കുന്നത്. അത് തന്നെയാ ഈ സംശയം തന്നെ. തേടി നടക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ അതിനുള്ള ഉത്തരം തന്നെയാ പറയണത്. നമുക്ക് രണ്ടുപേർക്കും എറണാകുളത്തിന് പോകണം. ചേട്ടനൊരു ഓട്ടോറിക്ഷയിലാണ് വന്നേക്കണത്, ഞാൻ എറണാകുളത്തിന് പോവാണ്. എൻ്റെ കയ്യിലും വണ്ടിയുണ്ട്, ചേട്ടൻ എൻ്റെ പിന്നാലെ പോരേന്ന് പറയാം അല്ലേ? ഞാൻ ഈ കാണുന്ന കുളത്തിലോ വെള്ളത്തിലോ ഇരുന്ന് ഒരു മാജിക്ക് കാണിക്കാൻ വന്നേക്കാം, അങ്ങനെയാണ് ഞാൻ മജിഷ്യൻ എന്നാ പറയേണ്ടത്, അല്ലെങ്കിൽ നിത്യാഭ്യാസി എന്നാ പറയേണ്ടത്. ഞാനതല്ല. ഞാൻ എത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. ഏത് വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കില്ല. ചേട്ടൻ എന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഞാനും വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കാം. പക്ഷെ ഞാൻ പോകുന്ന തലം വേറൊരു തലമാണ്. ഈ പറയുന്ന ഈ 3rd ഡയമെൻഷനിൽ കാണുന്ന വെള്ളത്തിന്റെ മുകളിലല്ല ഇരിക്കുന്നത്. ഇപ്പൊ ആ കുട്ടിക്ക് ചേട്ടൻ വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും ഒരു ആത്മസുഖം കിട്ടണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഞാൻ ഈ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്കൊക്കെ ആത്മസുഖം കിട്ടുക. ഞാൻ വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കണില്ല, പക്ഷെ ഞാൻ ഇരിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. പക്ഷെ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ആത്മസുഖമുണ്ട്. ആ സുഖം പകരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവനാണ് ആത്മജ്ഞാനി. മറ്റൊരു ചോദ്യം. ഈ വ്രതം എന്ന് പറയുന്ന 41 ദിവസം വ്രതം എടുക്കുന്നതിനെ പറ്റി അങ്ങ് കുറച്ച് മുമ്പ് സംസാരിച്ചായിരുന്നു. വ്രതം എന്ന് പറയുന്നത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ, അല്ല ദൈവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലോ. വ്രതം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണല്ലോ. ഇപ്പൊ വ്രതം അതിനൊരു സംസ്കൃത ഭാഷ സംസ്കരിച്ചെടുക്കുന്ന വാക്കാണ്. അതിൽ നിന്ന് തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് മലയാള ഭാഷ. ഇപ്പൊ സംസ്കൃത പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ വൃ എന്ന് പറയുന്നതിന് ഒരു മീനിങ് കാണും, തം എന്ന് പറയുന്നതിന് മറ്റൊരു മീനിങ് കാണും. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും മലയാളികളാണ്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇതിനൊരു മീനിങ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മീനിങ്ങിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, വ്രതശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധി വൃത്തിയോടുകൂടി ആന്തരികമായിട്ടും ബാഹ്യവുമായിട്ടും, അതായത് ഉള്ളിലും പുറത്തും നമ്മൾ ആ ശുദ്ധി വൃത്തിയോടുകൂടി ജീവിക്കുക, അത്രയേ ഉള്ളൂ. അത് ആയുർവേദമായിട്ടാണ്, അതും വേദത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആയുർവേദം എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്ന് ചേർത്തല്ല പറഞ്ഞത്. അപ്പം ഇതെല്ലാം നമ്മുടെ വേദത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളുടെ ഭാഗം, അല്ലെങ്കിൽ ഇതിഹാസങ്ങളുടെ ഭാഗമാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ വേദത്തിൻ്റെ ഭാഗം തന്നെയാണത്. ആയുഷുമായിട്ട് ബന്ധപ്പെട്ട വേദത്തിൻ്റെ ഭാഗമാണ് ഞാനീ സംസാരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ചില ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ചില ഘടകങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയണത്. പക്ഷെ ഇവിടെ നമ്മൾ പുറത്തേക്ക് കൊടുക്കണില്ല, നമ്മളെല്ലാം സൂക്ഷ്മത്തിലാണ് ചെയ്യണമെന്ന് മാത്രം. ഒരാളെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, അത് ആയുർവേദമല്ലേ? ആയുർവേദത്തിൽ ഞാൻ ബിസിനസ് അടിസ്ഥാനത്തിൽ പോകുമ്പോഴാണ് എനിക്കത് കുപ്പിയിൽ വെച്ച് വിൽക്കേണ്ടി വരണത്. ഞാൻ സൂക്ഷ്മത്തിൽ കൊടുക്കുമ്പോൾ അതിന് പല മാറ്റങ്ങൾ വരുത്തണം. ഇപ്പം ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്, ഞാനൊരു വൈദ്യൻ തന്നെയാണെന്ന് വിചാരിച്ചോ,
നിങ്ങൾ മരുന്ന് മേടിക്കാൻ വരുമ്പോൾ അവിടെ വച്ചിട്ട് ആദ്യം പറയാണ് ശവക്കറി കൂട്ടുന്നവർ ഇങ്ങോട്ട് കയറണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മടിച്ചു നിൽക്കും. പിന്നെ നിങ്ങൾക്ക് അസുഖം മാറും എന്നൊക്കെ കേൾക്കുമ്പോൾ ഒന്നോടെ അകത്തേക്ക് വരും. വൈദ്യനെ കണ്ടു കഴിയുമ്പോൾ പറയാണ് മത്സ്യമാംസവും ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വിഷമിച്ചാണെങ്കിലും നിർത്താമെന്ന് വിചാരിക്കും. മരുന്ന് കഴിക്കുമ്പോൾ ഫലം കിട്ടണം നിങ്ങൾക്കാ. വൈദ്യന് എന്താ കിട്ടണത്? ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, പറഞ്ഞിട്ട് കൊടുത്താലും പറയാണ്ട് കൊടുത്താലും വൈദ്യന് കിട്ടുന്ന പൈസയുള്ളൂ അല്ലേ? പക്ഷെ വൈദ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് പറയണത്? രണ്ട് ഗുണം അവിടെ നടക്കുന്നത്. വൈദ്യനോട് നിങ്ങൾക്കപ്പോൾ വിരോധം തോന്നും, കർമ്മഫലം പോരൂല, ശരിയല്ലേ? രണ്ടാമത് പൈസ മേടിക്കും, മേനകട്ട വൈദ്യൻ, ഇതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് പോകാൻ മരുന്ന് കഴിക്കുക, അവന് ഗുണം കിട്ടും, വൈദ്യന് കർമ്മഫലം ഉണ്ടാവില്ല. നേരെ മറിച്ച് വൈദ്യന് ഇത് പറയാതെ നിങ്ങളെ സൂചിപ്പിച്ചു കിട്ടും എന്നിരിക്കട്ടെ, വൈദ്യന് 8ന്റെ പണി കിട്ടും. വൈദ്യൻ്റെ കുടുംബത്തിൽ എന്നും പ്രശ്നമായിരിക്കും. ഈ തലവേദന ഒഴിവാക്കാൻ അദ്ദേഹത്തിന് പറ്റൂല. ഇത് പണി അറിയാവുന്നവൻ ഇങ്ങനെ പറയുള്ളൂ. ഞാൻ ഒരാളെ മാക്സിമം വെറുപ്പിക്കും, അവന് ഗുണവും കിട്ടും, അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, എന്നെ ആരും അറ്റാച്ച്ഡ് ആവുമൊന്നും വേണ്ട. പക്ഷെ അവർ സൂക്ഷ്മതലത്തിൽ ചെന്ന് ഈ പറയുന്ന ഡയമെൻഷനൊക്കെ ക്രോസ് ചെയ്ത് ഗണപതിനെ കാണാൻ പോകുമ്പോൾ അവിടെ ഞാൻ ഇരിപ്പുണ്ടാവും, ശിവഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഞാനുണ്ടാവും, അല്ലെങ്കിൽ പാർവതി ദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാവും. ഇങ്ങനെ കാണണേ എങ്ങനെയാണ്? ഒരാൾക്ക് ഒരു സ്ഥലത്തല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് സൂക്ഷ്മ ലോകത്തെ ട്രിക്ക് പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ ദേവലോകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അത്രയേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി. ഇനിയും ചോദ്യമുണ്ടോ? ചോദിച്ചോ. ചോദ്യങ്ങളെല്ലാം ഒരാളോട് തന്നെ ചോദിച്ച് തീർക്കരുത്. ചോദിക്കാം, എന്നാലും സാറിനോട് ചോദിക്കട്ടെ, സാറിനോട് തന്നെ ചോദിക്കട്ടെ. ഈ ശിവം എന്ന് പറഞ്ഞില്ലേ കുറച്ചു മുന്നേ, ശിവം എന്ന് പറയുന്നത് ശവമല്ലാത്തത് എന്തും ശിവം, അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എൻ്റെ പഠിത്തം തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ മരണമില്ലാത്തതിനെയാണ് ശിവം എന്നാണല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകുന്നവരല്ലേ? നമുക്ക് ശിവനാകാൻ പറ്റുമോ? പറ്റുമല്ലോ. നമ്മളിൽ മരിക്കാത്തൊന്നില്ലേ? നമ്മൾ ഈ ശ്രീനാരായണ ഗുരുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു എന്ന്. അറിവ് മരിക്കുമോ? മരിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും അറിവാണ്. നമ്മൾ എന്ന് ആ അറിവ് സമ്പാദിക്കുന്നുവോ, ഞാൻ പറഞ്ഞു ആദ്യം ഒരു ഉത്തരവാദിത്തത്തിൽ, ഒരു സ്ത്രീയെ നമുക്ക് അവരിലൊക്കെ അമ്മയെ കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീയിലും എൻ്റെ മകളുണ്ട്, എൻ്റെ അമ്മയുണ്ടെന്ന് ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് ആരോടും മോശമായിട്ട് പെരുമാറാൻ പറ്റില്ല. ഈ ഓരോ സ്ത്രീയിലും എൻ്റെ ഭാര്യ ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ മഹാവഷളനായിട്ട് മാറി. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ആ ഉത്തരവുണ്ട്. ഞാൻ പറഞ്ഞു, 2 എണ്ണം പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ചോദ്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ പഴയതിൻ്റെ ഉത്തരത്തിൽ നിന്ന് എടുത്ത് തരാൻ എനിക്ക് പറ്റും. അല്ല, മരണപ്പെട്ടാൽ ശിവനാകാൻ കഴിയും, അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞതിലുണ്ട്, എങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മരണപ്പെട്ടാൽ ശവമായി, അവൻ്റെ ഉള്ളിൽ പിന്നെ ഈ പറയുന്ന ശിവം, ജീവനുള്ള എന്താണോ അത് നഷ്ടപ്പെട്ടു. പിന്നെ അത് ജീർണിക്കുന്ന പ്രോസസ്സിൽ അവിടെ വീണ്ടും ദൈവമുണ്ട്. നമ്മളെ മരിച്ചിട്ടുള്ളൂ, നമ്മളുടെ കോശങ്ങളിൽ വീണ്ടും ജീവനുണ്ട്. ഓരോ കോശങ്ങൾ അതിൻ്റെ പ്രോസസ്സ്, അവനവൻ ആത്മസുഖത്തിനായിട്ട് അവിടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ഓരോ കോശവും ജീർണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റാത്ത മറ്റൊരു ശിവനുണ്ട്. അപ്പോൾ ശിവൻ പോണ്ടോ? ഇത് ശിവം തന്നെയാണ്. നിങ്ങൾ ജീർണിച്ചാലും ശിവമാണ്, മരിച്ചാലും ശിവമാണ്, ജീവിച്ചിരുന്നാലും ശിവമാണ്, ശിവമയമാണ്. ഒരു ചോദ്യം, ഈ പറഞ്ഞത് വല്ലതും ഓർമ്മയുണ്ടോ? ഗുരുജി ഒറ്റ ചോദ്യം. ഞാൻ തന്നെയല്ലേ അത്? ഒരു മാറ്റമില്ല, ഇത് തന്നെയാണ്. ചേട്ടാ ഞാൻ തന്നെയാണ് ചേട്ടൻ. ഒറ്റ ചോദ്യം കൂടി. ഈ ശവക്കറിയുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മള് ഈ കൊന്നു തിന്നുന്ന ജീവികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണോ, അതോ എല്ലാ ജീവികളെയും ഉദ്ദേശിച്ചുകൊണ്ടാണോ? കൊല്ലരുതെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ ജീവികളെയാണോ, അതോ നമ്മൾ ഭക്ഷിക്കുന്ന ജീവികളെ മാത്രമാണോ? ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ആക്കി തരണം. ശവക്കറിയുടെ കാര്യം സാറ് പറഞ്ഞില്ലേ കുറച്ചു മുന്നേ. അപ്പൊ എന്റെ ചോദ്യം, ശവക്കറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ആടോ കോഴിയോ പന്നിയോ പോത്തോ നമ്മൾ വെട്ടിയറിഞ്ഞ് തിന്നുന്നതിന്റെ കുഴപ്പമാണോ, അതോ മറ്റുള്ള ഒരു ജീവജാലങ്ങളെയും നമ്മൾ ദ്രോഹിക്കരുത്, കൊല്ലരുത് എന്നുള്ളതാണോ അതിന്റെ ഒരു പാഠം? രണ്ടാമത് പറഞ്ഞു തന്നെയാണ്, ഒരു ജീവിയെ നമ്മൾ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഉപദ്രവിക്കാതെ നമുക്ക് ജീവിക്കാം. ഒരു കൊതുക് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കതിനോട് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഇതിങ്ങനെ നോക്കി പറഞ്ഞാൽ മതി, അതങ്ങ് പൊക്കോളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ വിശന്നിട്ട് ഇവിടെ കൊന്നേട്ടുണ്ട് കേട്ടോ, അത് മാറ്റി വയ്ക്കുക. ഒരു ബ്രെഡ് എടുക്കാൻ പോയി, അവനെ തല്ലി കൊന്ന് മരത്തെ കെട്ടിയിട്ടോ, അത് വേറെ കേസ്. സാധാരണഗതി പറയാം, നമ്മൾ കൊല്ലുമോ? ഇല്ല. നമ്മൾ അവനെ ഉപദേശിച്ച് മാറ്റിവിടും, അല്ലെങ്കിൽ അവന് ഭക്ഷണം മേടിച്ചു കൊടുക്കും.
ഒരു കൊതുകിനോട് നമ്മൾ ഇത്രയും കാരുണ്യം കാണിക്കണ്ടോ? അവനൊരു ഇത്രയും വലിയ ശരീരത്തിൽ ഈ രക്തമെടുത്താൽ നമുക്ക് വേദനിക്കേണ്ടെന്ന് അവനറിയില്ല. അവൻ അതിനുള്ള പ്രിവെൻഷനൊക്കെ എടുത്തിട്ടാണ് കുത്തണത്. അവൻ ആ ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ട് രക്തത്തെ വലിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മളറിയും. നമ്മൾ അപ്പം തന്നെ അതിന് വിധി നിശ്ചയിച്ചു കഴിഞ്ഞു, കൊന്നുകളഞ്ഞു. നേരെ മറിച്ച് ആ വേദനയെ നമ്മൾ ഒരു നിമിഷം ഒന്ന് പിടിച്ചു വച്ചിട്ട്, എടാ എനിക്ക് വേദനിക്കുന്നുണ്ട്, നീ എന്നെ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞാണ്ടല്ലോ, സോറി പറഞ്ഞിട്ട് അവൻ പോകും. അവൻ പോയി അവരുടെ കൂട്ടുകാരോട് മുഴുവൻ പറയും, ദേ ആ പുള്ളീനെ കടിക്കണ്ട കേട്ടോ, ആ പുള്ളിക്ക് വേദനിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? ഒന്ന് കൈപൊക്കിയേ. ഇത് ബന്ദിക്രോസുകാരുടെ കൈകൊട്ടി പരിപാടിയല്ല. അത് ഷൈബിൻ ചേട്ടന്റെ സംശയങ്ങൾക്ക് ഒരു ഒന്ന് ചെയ്തു നോക്കുക, മെഡിറ്റേഷൻ ചെയ്തു നോക്കുക. താങ്ക് യു സാർ.